നിഹാരിക മോളെ ഒന്ന് വേഗം വാ. അവന്റെ ഭാര്യയാണെന്ന മട്ടിൽ എന്നെ വിളിക്കുന്ന വിളി കണ്ടില്ലേ? അവനോട് പ്രശ്നമൊന്നും ഇല്ലാത്ത രീതി നിക്ക്, ഇല്ലെങ്കിൽ അതിലും വലിയ പ്രശ്നം ഉണ്ടാക്കും അവൻ. ഇപ്പോ ഓക്കെ ആണോ വിക്കി? വാവ്, ക്യൂട്ടുണ്ട്. ഇതാ ഞാൻ ആഗ്രഹിച്ചത്. കണ്ടോ, ഇപ്പോഴേ നീ സുന്ദരിയായേ. എന്റെ ഭാവി ഭാര്യ എപ്പോഴും എന്റെ ടേസ്റ്റിന് മാച്ച് ആയിരിക്കണം. സൂപ്പർ ആയിട്ടുണ്ട് നിഹാരിക. താങ്ക് യു വിക്കി. 1 സെക്കൻഡ്. എന്താ ചെയ്യുന്നേ? സെൽഫി എടുക്കാം. നിന്റെ കൂടെയോ? ഇവിടെ ഞാനല്ലേ ഉള്ളൂ, ദുൽഖർ സൽമാൻ ഒന്നും ഇല്ലല്ലോ. അയ്യോ, നിനക്ക് തമാശയൊക്കെ അറിയല്ലേ? എന്റെ ഇഷ്ടത്തിന് നിന്ന ജോക്സ് ഒക്കെ വരും. എനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്ത തോക്കെടുക്കും ഞാൻ. അവൾ ഒരു തമാശ പറഞ്ഞതാ. അതിത്രയ്ക്കും സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമുണ്ടോ വികാസ്? വിക്കിയായിട്ട് സെൽഫി എടുക്കുമ്പോളെ അതോടെ പ്രശ്നം തീരുമല്ലോ. നോക്ക്. നിഹാരിക നോക്ക്. ഈ മെമ്മറീസ് ലൈഫ് ലോങ് നമ്മളോടൊപ്പം ഉണ്ടാവും. ഈ ഫോട്ടോ ദയവ് ചെയ്ത് നിന്റെ ഫ്രണ്ട്സിനൊന്നും കാണിച്ചു കൊടുക്കണ്ട. വൈ? എന്റെ ഫിയാൻസിയുടെ കൂടെയുള്ള പിക്സ് എന്റെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുത്താ അതിലെന്താ തെറ്റ്? ഇത് ഞാൻ FBയിലും ഇൻസ്റ്റയിലും എക്സിലും എല്ലായിടത്തും പോസ്റ്റ് ചെയ്യും. പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യില്ലേ. നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഇത്ര വലിയ പബ്ലിസിറ്റി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വേണ്ടി ഈ ഒരൊറ്റ ഫേവർ ചെയ്യേ പ്ലീസ്. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. ഒന്ന് കറങ്ങിയിട്ട് വരാം. ബാ. റെസ്റ്റോറന്റിലേക്കോ? ഞാൻ വരില്ല, എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. എന്റെ കൂടെ പുറത്തു വരാൻ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ടൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ വരാൻ പിന്നെന്താ ഒബ്ജക്ഷൻ? നിങ്ങളെങ്കിലും ഒന്ന് പറ ചേച്ചി. ഇന്ന് അവൻ പറയുന്നത് പോലെയൊക്കെ നീ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി വേറെ വഴിയൊന്നുമില്ല. ഒന്നും മനസ്സിലാക്കടി. എന്താ ഒരു അടക്കം പറച്ചില്? ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഐ മീൻ ബോയ് ഫ്രണ്ട്സ് വല്ലതും? പറ നിഹാരിക. നിന്റെ ലുക്സ് വെച്ച് നിന്റെ പുറകിൽ വലിയൊരു ക്യൂ തന്നെ ഉണ്ടാകും. അക്കൂട്ടത്തിൽ ആരെങ്കിലും നിനക്കിഷ്ടമാണോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ തീർത്തോളാം. എന്തൊക്കെയാ ഈ പറയുന്ന വിക്കി? എന്നെ കണ്ടിട്ട് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? എന്നാ പോവാം. ശരി, നീ വാ. എന്നെ ഈ ഡ്രസ്സില് വേദവതിയുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ പിന്നെ അതോടെ എല്ലാം തീരും. ഇന്ന് തിരിച്ചു പോകുമ്പോ നീ വേണം ഡ്രൈവ് ചെയ്യാൻ. കീ പിടിച്ചോ. കമോൺ. ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? കൈയെടുക്ക്. അതിനിപ്പോ എന്താ? ഫീൽ ഫ്രീ. പ്ലീസ് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. ഓക്കെ. മാക്സിമം ഞാനിവിടെ ഒരു 15 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യും. കോള് വന്നില്ലെങ്കിലേ ഞാനങ്ങ് പോവും.
അതവിടെ നിൽക്കട്ടെ, തന്റെ വിശേഷം പറ. നിന്റെ കൂടെയുള്ള ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിഹാരിക. നമ്മൾ ഇവിടെ നിന്ന് കെട്ടും കഴിഞ്ഞ് ദുബായിലേക്ക് തിരിച്ചു പോയ ശേഷം അവിടെയുള്ള നിന്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മറ്റൊന്നായിരിക്കും. എന്നെ ഈ ഡ്രസ്സിൽ കണ്ടാലും വിക്കിയുടെ കൂടെ കണ്ടാലും ഞാൻ പുറത്താവും. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? എവിടെ പോയി? ഈ ഇടയ്ക്ക് എന്റെ അവസ്ഥ ഇത്രയ്ക്ക് ദുരന്തമായിട്ട് മാറിയത് എങ്ങനെയാ? എന്റെ അടുത്തുനിന്ന് നീ എപ്പോഴാ പോയത്? വാട്ട് ഹാപ്പൻഡ്? അതെ വിക്കി, എനിക്ക് പെട്ടെന്നൊരു തലവേദന പോലെ, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നെ. എന്നോടൊന്ന് പറയണ്ടേ? സോറി. ശരിയെന്നാ പതുക്കെ പോകാം. വാ. ഞാൻ വരുന്നില്ല. പുറത്തെവിടെങ്കിലും പോയി വല്ലതും കഴിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനല്ലേ വന്നത്? പ്ലീസ് ഡോണ്ട് ഫോഴ്സ് മീ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് പ്ലീസ്. ഓക്കെ ഓക്കെ, നിനക്ക് എന്ത് വേണമെന്ന് പറ, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. വിക്കി, ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്ക് വീട്ടിലേക്ക് പോയാലോ? പിന്നീട് എപ്പോഴെങ്കിലും ഒരു ദിവസം പ്ലാൻ ചെയ്യാം. അതൊന്നും നടക്കില്ല. നീ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്തേ പറ്റൂ. എന്നാ ഐസ്ക്രീം കൊണ്ടുവന്നാൽ മതി. ഓക്കെ, 5 minutes. ഇവൻ കാരണം ഞാനാ ബുദ്ധിമുട്ടേണ്ടി വരുന്നേ. ഭഗവാനെ, ശ്രീകറിന്റെ കണ്ണി പെടാതെ നോക്കണേ പ്ലീസ്. അവനി, താൻ എവിടുന്ന് വരുന്നേ? പരിചയമുള്ള ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വരാ. നിങ്ങൾ എന്താ ഇവിടെ? ഫ്രണ്ട് ഒരുത്തൻ വരാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചടോ, അതുകൊണ്ട് തിരിച്ചു പോവായിരുന്നു. തീരുമാനമായി. ഞാൻ ശരിക്കും പെട്ടതുപോലെയായി. ഈ കാറിൽ നിന്ന് ഇറങ്ങാനും കഴിയില്ല, അവരുടെ ഒന്നും കണ്ണിൽ പെടാനും പറ്റില്ല. നമുക്കെന്നാ പോയി വല്ല സ്നാക്സോ ഐസ്ക്രീമോ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അയ്യോ അയ്യോ ഒന്നുമില്ല, വാ അവനി. ഞാൻ ഈ വികാസ് കാരണം ഇവിടെ പെട്ടതുകൊണ്ട് അവനിക്ക് അതൊരു അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടും കൂടെ കൈപിടിച്ചു പോകുന്ന പോക്ക് കണ്ടില്ലേ? Take it, my sweetheart. എന്താ ആലോചിക്കുന്നേ? നത്തിങ്. പറ, വേറെന്തൊക്കെയാ വിശേഷങ്ങള്?
ഇവിടെ എന്ത് വിശേഷ വെക്കി? നീ ദുബായിന്ന് വന്നതുകൊണ്ട് നീ തന്നെ പറഞ്ഞാ മതി. എന്തോ നീ അത്ര ഫ്രീ ആണെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? ആ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പറയുന്നൊക്കെയുണ്ട്, പക്ഷെ എന്തോ ഒന്നോർത്ത് നീ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നോ നോ, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങനെ അവരെ വിട്ടുകളഞ്ഞോ രണ്ടുപേരും വല്ലാതെ ക്ലോസ് ആവുമെന്ന് തോന്നുന്നു. എന്റെ കൺമുന്നിൽ വെച്ച് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എനിക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ല. നമുക്കിന്ന് പോയാലോ? ആ, ഒരു ഐസ്ക്രീം കൂടെ ആയാലോ? നോ താങ്ക്സ്. അവനി, പോകുന്ന വഴിക്ക് എന്തെങ്കിലും വേണോ? ഐ മീൻ, തനിക്ക് ഷോപ്പിംഗ് എന്തെങ്കിലും ഉണ്ടോന്ന്? തനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ചോദിക്കാൻ ഒരു മടിയും താൻ വിചാരിക്കണ്ട. എന്റെ ഭർത്താവിന്റെ മുന്നിൽ എനിക്കെന്തിനാ മടി? ചോദിക്കുന്നതിന് മുന്നേ എനിക്കെല്ലാം കൊണ്ടുതരുമ്പോ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. എനിക്കിപ്പോ ഒന്നും വേണ്ട ഏട്ടാ, നിങ്ങൾ മാത്രം മതി. ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാ നിങ്ങളുടെ കൂടെ സ്വാതന്ത്ര്യത്തോടെ ഒരു പേടിയില്ലാതെ ഇങ്ങനെ അടുത്ത് നിൽക്കാൻ കഴിയുന്നത്. ഈ സ്വാതന്ത്ര്യം വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് 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 മിസ് ചെയ്യാറുണ്ട്. അച്ഛ, അമ്മേ എന്നുള്ള വിളിയും, ഏട്ടാ നിങ്ങൾക്ക് കോഫി വേണോ, ഏട്ടാ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വാ, അങ്ങനെ വിളിക്കാനൊക്കെ കൊതിയാവാറുണ്ട്. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോ എന്നെ യാത്രയാക്കാൻ താൻ വരുന്നതും, ഞാൻ തിരിച്ചു വരുമ്പോ തനിക്ക് വേണ്ടി കൊണ്ടുവരുന്ന മുല്ലപ്പൂ കണ്ട് താൻ സന്തോഷത്തോടെ നോക്കുന്നതും, ബാൽക്കണിയിൽ നിന്ന് ആകാശത്തുള്ള നക്ഷത്രങ്ങളൊക്കെ നോക്കിയിരിക്കുന്നതും, തന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നതൊക്കെ ആലോചിക്കുമ്പോ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവനി. അതൊക്കെ നമുക്ക് സത്യമാക്കണമെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എല്ലാവരും അറിയണം. ആ ദിവസം എന്നായിരിക്കും എന്തോ. എപ്പോഴെങ്കിലും ദൈവം ഒന്ന് കരുണ കാണിച്ചിരുന്നുവെങ്കിൽ. വെറുതെ എന്തിനാ ഇനിയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലടോ. ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നല്ലാതെ ആഗ്രഹം നിറവേറുന്നില്ല. എല്ലാം നടന്നോളൂ അവനി. നമ്മുടെ ബന്ധം എല്ലാവരും അറിയുന്നത് മാത്രമല്ല, നമ്മുടെ സ്നേഹവും ഇതേപോലെ തന്നെ എന്നും നിലനിൽക്കും. നിഹാരിക വികാസ് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടോ എന്തോ.
റെസ്റ്റോറന്റിലേക്കെന്നും പറഞ്ഞു പോയിട്ട് അങ്ങനെ ഇങ്ങ് വന്നേന്തേ? പെട്ടെന്ന് അവൾക്കൊരു തലവേദന എന്ന് പറഞ്ഞു. അത് സത്യമാണോ അല്ലേ എന്ന് അവൾക്കേ അറിയൂ. എനിക്കതെന്തായാലും സത്യമായി തോന്നിയില്ല. ജെനുവിനായിട്ട് പറഞ്ഞിട്ടും ഇങ്ങനെ പറയുന്ന എന്താ വിക്കി? എനിക്കത് ജനുവിനായിട്ട് തോന്നിയില്ല. അവിടെ നീ ആരെയോ എന്തിനെയോ കണ്ട് ടെൻഷനായിട്ടുണ്ടെന്ന് മാത്രം എനിക്ക് ക്ലിയറായി മനസ്സിലായി. അത് അങ്ങനെ ആരെങ്കിലും കണ്ട് പേടിക്കേണ്ട ആവശ്യം എനിക്കെന്താ വിക്കി? നീ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോഴും എനിക്ക് നല്ല ഹെഡേക്ക് ഉണ്ട്. ബട്ട് നിന്റെ സന്തോഷത്തിന് വേണ്ടി അവിടെ വെച്ച് സഹിച്ചു നിന്നതാ. എന്ത് കാര്യമാണെങ്കിലും എനിക്കത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. നിന്റെ കാര്യത്തിൽ പക്ഷേ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുക. ഞാൻ പെട്ടെന്നൊരു ക്ലാരിറ്റി ഉണ്ടാക്കിക്കോളാം. എന്തു പറ്റി ബേബി? എന്റെ തലവിധിയല്ല. ഞങ്ങള് പോയ റെസ്റ്റോറന്റിൽ തന്നെ ശ്രീകറും ആവനി ഇരിപ്പുണ്ടായിരുന്നു. നിന്നെ കണ്ടിരുന്നോ? ഹാ, എന്നെ ഈ ഡ്രസ്സിൽ കണ്ടു കഴിഞ്ഞാ ഞാൻ ഇത്രയ്ക്ക് കൂളായിട്ട് വരുമായിരുന്നോ? രണ്ടാളും എന്റെ മുന്നിൽ വെച്ച് ഐസ്ക്രീം കോരി കൊടുത്ത് അടയും ചക്കരയും പോലെ കാറ് കേറിയിട്ടങ്ങ് പോയി. ഈ സാഡിസ്റ്റ് ചെയ്യുന്ന ഓരോന്ന് കാണുമ്പോ സത്യങ്ങൾ പറഞ്ഞാലോന്നാ വിചാരിക്കുന്നെ. ആവേശം കാണിക്കില്ല മോളെ. അവനൊരു ദുഷ്ടനാ. ദുഷ്ടൻ രാജാവിനേക്കാളും ശക്തിയുള്ളവനാന്നാ പറയാറ്. അതുകൊണ്ട് അവനൊരു പ്രശ്നം ഉണ്ടാക്കാത്ത സമയം നോക്കിട്ട് പറയാം. ആ, അവന് ശ്രീകറിന്റെ കൂടെ നടക്കുന്നത് കണ്ടിട്ട് സഹിച്ച് നിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇവിടെയായിരുന്നോ? എന്താ അത്? കണ്ടിട്ട് ഏതോ ആയുർവേദ മരുന്നാണെന്ന് തോന്നുന്നു. കാലുവേദനയ്ക്കുള്ളതാണോ സിസ്റ്റർ? ആയുർവേദ മരുന്നല്ല. പിന്നെ എന്താ ചേച്ചി? ഇത് കണ്ടിട്ട് എനിക്ക് പബ്ബിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം പോലെ തോന്നുന്നു. ഇതൊന്നും അല്ല. എല്ലാവരെ കൊണ്ട് ഈ പറയിപ്പിക്കുന്ന എന്തിനാ? അതെന്താണെന്ന് പറഞ്ഞുകൂടെ? പൗഡർ. മുഖത്തിടുന്നതായിരുന്നോ? അല്ല, കളവുകൾ പറയുന്ന മനുഷ്യരെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്ന പൗഡർ. എന്താ 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 നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറയൂ. ആവനി നമ്മളെയൊക്കെ പറ്റിക്കുകയാ. ആ സുജാതയുടെ കൂടെ എന്തോ ഡ്രാമ കളിക്കുന്നുണ്ട്. നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പ്ലാൻ എ ബി സി എല്ലാം ഉപയോഗിച്ചു. സി വരെ മാത്രമല്ല സിസ്റ്റർ, ഈ സെഡ് വരെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. എന്നിട്ടും ആവനീനെ പിടിക്കാൻ പറ്റിയില്ല സിസ്റ്റർ. നിങ്ങൾ ഇടയ്ക്ക് കയറല്ലേ? നീ പറ ലാവണ്യ, ശരിക്കും ഇത് വർക്കാവുന്ന എങ്ങനാ? ഇതിന്റെ രഹസ്യം എന്താ? നമുക്ക് ഏതെങ്കിലും ഒരാളെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ട് ഇത് കഴിപ്പിക്കണം. ആർക്കും ഒരു സംശയവും തോന്നാതെ ജ്യൂസിൽ ചേർത്ത് കൊടുക്കണം. ഇത് കുടിച്ചാൽ ഉടനെ ബോഡിയിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് സത്യങ്ങൾ തുറന്നു പറയണമെന്ന് ബ്രെയിനിന് സന്ദേശങ്ങൾ അയച്ചു കൊടുക്കും. അതോടെ ഉടനെ അയാള് മനസ്സിൽ രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ച ആ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കും. സോ ഇത് ഞാൻ ആവനിയെ കൊണ്ട് കുടിപ്പിക്കും. ആവനി നമ്മുടെ മുന്നിൽ മറച്ചു വെച്ച സത്യങ്ങളെല്ലാം പുറത്തറിയും. എന്തിനാ വന്നത്, എന്തുകൊണ്ടാ ഈ വീട്ടിൽ നിന്ന് പോവാത്തത്, ശരിക്കും ആവനിക്ക് എന്താ വേണ്ടത്, എല്ലാം അവള് പുറത്തു പറയും. എന്റെ ഈ പ്ലാൻ എങ്ങനെയുണ്ട്? ഇതില് നിന്റെ ലാഭം എന്താണെന്ന് പറ. ഐഡന്റിറ്റി ഏട്ടാ. ഉത്തമ വനിതാ പുരസ്കാരം ആവനിക്ക് വേണ്ടിയാന്ന് മാത്രം കരുതുന്ന നമ്മുടെ അമ്മയുടെ കണ്ണു തുറപ്പിക്കാൻ പറ്റിയ എനിക്കിവിടെ നല്ലൊരു ഐഡന്റിറ്റിയും ഉണ്ടാവും. എന്തു പറയുന്നു ഏട്ടാ? മുമ്പ് എപ്പോഴോ പഴയ ഇൻവെസ്റ്റിഗേഷൻ സിനിമയിലൊക്കെ ഇതുപോലത്തെ മരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ നിന്റെ ഡയറക്ഷനിൽ കാണാൻ പോവാ. വളരെ നല്ല ഫ്രഷ് കോൺസെപ്റ്റ് ആണ് സിസ്റ്റർ. ഇതൊക്കെ കുടിച്ച് സത്യം പറയുമെന്ന് പറഞ്ഞാ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതങ്ങനെ തോന്നുന്നിടത്തുനിന്ന് തോന്നുന്ന ആൾക്കാർ വിചാരിച്ച കിട്ടില്ല കാവ്യെ. വളരെ സീക്രട്ട് ആയിട്ട് വരുത്തിച്ചതാ. എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഈ സാധനം വെച്ച് നമുക്കൊരു സൈഡ് ബിസിനസ് തുടങ്ങാം. നീ ഇത് അവനിയെ കൊണ്ട് എങ്ങനെയാ കുടിപ്പിക്കുക?
വെയിറ്റ് ആൻഡ് സീ. അയ്യോ, ഐഡന്റിറ്റിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ലാവണ്യെ പോലെ ഒരു മരുമകളെ ഇന്ത്യയിൽ എവിടെയും കാണില്ല. പാവം. ആ വാ 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 വാ